വേദപുസ്തകം വേദനിക്കുന്ന മനുഷ്യനോട് പറയുന്ന വളരെ ആശ്വാസപ്രദമായൊരു വാക്കാണ്. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട. നിങ്ങളുടെ അപേക്ഷകൾ, യാചനകൾ കൃതജ്ഞതാസ്വസ്ഥതകളോടെ ദൈവദൃശ്യതയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം അഥവാ സൗഖ്യം അഥവാ സന്ധിപ്പ് നിങ്ങളിലേക്ക് ഒഴുകും. ഇത് നമ്മൾ ഫിലിപ്പിയർ 4:6 എപ്പോഴും വായിക്കുന്ന വചനങ്ങളാണ്. ഞാനിപ്പോൾ ഇത് ആമുഖമായി പറയാൻ കാര്യം, ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ടെന്ന് പറയണം. എന്താ ഇപ്പം ഇങ്ങനെ ഊന്നി പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചിലപ്പോൾ നമ്മുടെ കൈവിട്ടു പോയ ചില കാര്യങ്ങളില്ലേ, അതിനെക്കുറിച്ച് നമുക്ക് ഭയങ്കര ഉൾക്കൊണ്ടിരിക്കുമല്ലോ. നമ്മുടെ കൈവിട്ടു പോയ കാര്യമില്ലേ, രോഗമായാലും സാമ്പത്തിക തകർച്ചയായാലും ഒക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാവും. അതേക്കുറിച്ച് പോലും ഉത്കണ്ഠ വേണ്ട എന്നാണ് പറയണത്. ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിതിന് ആമുഖമായി എന്താണ് പറഞ്ഞതെന്നറിയാവോ? ഈശോയുടെ അമ്മയുടെ മുമ്പിൽ നിന്ന് നടക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ചില സാക്ഷ്യങ്ങൾ യൂട്യൂബിലൂടെ നമ്മൾ കേട്ടതാണ്. കൃപാസനത്തിലെ എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിച്ച് പ്രാർത്ഥനാ സഹായം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഗൂഗിൾ റോസറി മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം അതിൽ ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. അതൊരു സാക്ഷ്യം ഒരു വിചിത്ര രോഗത്തിൻ്റെ സാക്ഷ്യമാണ്. അർട്ടിക്കേറിയ പിഗ്മെൻറ്റോസ എന്ന് പറയും. എന്നുവെച്ചാൽ ശരീരം മൊത്തം ഇങ്ങനെ കറുത്ത പിഗ്മെൻറ്റ്സുകൾ വരും. ഈ ചുട്ട് പൊള്ളിക്കിടക്കണ പോലെയുള്ള കുരുക്കൾ ശരീരം. അപ്പം അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അത് വളരെ ഒരു 1,00,000 ഒരാൾക്കൊക്കെ വരുന്ന രോഗമാണത്. അതൊക്കെ വന്ന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ആ രോഗം സുഖപ്പെട്ട്. ഇതുപോലൊരു അപൂർവ രോഗമാണ്. വേറൊരു രോഗം ഈ ദിവസങ്ങളിൽ ഇതുപോലെ കൃപാസനം റോസറി ഗൂഗിൾ മീറ്റിലെ ഇതുപോലൊരു രോഗം സൗഖ്യപ്പെട്ട അതെല്ലാം യൂട്യൂബിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതെന്ന് പറയണത് ഒരു കുഞ്ഞു കിടപ്പാണ്. അത് എഴുന്നേറ്റ് പൊങ്ങത്തില്ല. എഴുന്നേറ്റ് പൊങ്ങാത്ത കുഞ്ഞ് ഒരു സിൻഡ്രോമാണ്. അതായത് അനങ്ങാതെ ഇങ്ങനെ കിടന്നു പോകും. ഞാൻ 17 കൊല്ലമൊക്കെ അങ്ങനെ കിടന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ ആലപ്പുഴ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. 17 കൊല്ലമായിട്ട് ഇരട്ട കുഞ്ഞുങ്ങളെ കിടന്ന് വളരണ. അപ്പം അത്ര ഒരു കുഞ്ഞാണ് ഈ ദിവസങ്ങളിൽ സാക്ഷ്യം അപ്പം പറഞ്ഞിരിക്കുന്നത്. ആ കുഞ്ഞ് ഉടമ്പടി എടുത്ത ഉടനെ അപ്പൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കൊച്ച് എഴുന്നേറ്റ് ഇപ്പോഴത് മുറി മുഴുവനും ഓടി നടക്കുക. അത് ഈ സെപ്റ്റംബർ മാസത്തിലുണ്ടായിരുന്നൊരു സാക്ഷ്യമാണ്. അപ്പോൾ ഇതൊക്കെ അത് 100-ൽ ഒരാൾക്കുണ്ടാകുന്ന രോഗമാണ്. 100-ൽ ഒരാൾക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ അതായത് അത്രയും അപൂർവ രോഗമാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ രോഗമൊക്കെ കാണുമ്പോൾ നമുക്ക് 1000-ൽ ഒരാൾക്കുണ്ടാകുന്ന രോഗം, 100-ൽ ഒരാൾക്കുണ്ടാകുന്ന രോഗം, മരുന്നില്ലാത്ത രോഗം എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മളോർക്കും ജീവിതകാലം മുഴുവൻ
നമ്മളിത് അനുഭവിക്കേണ്ടി വരുമായിരിക്കും എന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കത്തില്ല. കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇത് ലക്ഷത്തിൽ ഒരാൾക്ക് വന്ന രോഗമാണ്, ഇതിന് മരുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ തന്നെ പറഞ്ഞ് വാതിലടച്ച് കളഞ്ഞിരിക്കണ കാരണം നമ്മൾ പിന്നെ ആ വിഷയത്തിൽ പ്രാർത്ഥിക്കത്തില്ല. ബൈബിളിലൊക്കെ ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളുണ്ട്. ജനങ്ങൾ ഇതുപോലെ പലരും പറഞ്ഞ് ഇതിന് സുഖപ്പെടത്തില്ല എന്ന് പലരും പറഞ്ഞ് പല പരിശ്രമങ്ങളും ചെയ്ത് പരാജയപ്പെട്ടിട്ട് ഈശോൻ്റെ അടുത്ത് വരുന്ന ഒരു കുഷ്ഠരോഗിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വർത്തമാനം നല്ല രസമാണ്. കാര്യം അദ്ദേഹം പറയണത്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, കാര്യം ഞാൻ പല സ്ഥലങ്ങളിലും ജീവിതകാലം മുഴുവനും ഈ കുഷ്ഠവും ചുവന്നുകൊണ്ടും അടക്കിയിരുന്നു. വൈദ്യശാസ്ത്രത്തിലും മാർഗമില്ല, മനുഷ്യവൈദ്യങ്ങളിലും മാർഗമില്ല, ഒന്നുമില്ല. പക്ഷേ ഈശ്വരെ കണ്ടപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യന് പ്രത്യാശ വരും. എന്നിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 1:40 അദ്ദേഹം പറയണത്, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പം അത് അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉണ്ട്. അപ്പോൾ ഉടനെ ഈശോ എടുത്ത വാക്യം പറയും, എനിക്ക് മനസ്സുണ്ട് എന്ന് പറയും. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിക്കുക. എന്താണ് ഈശോയ്ക്ക് ഫീൽ ചെയ്തത്? കരുണ എന്നാ പറയണത്. ഈശോയ്ക്ക് കരുണ തോന്നി, അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിൽ ഇതുപോലെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയില്ലേ? എല്ലാം ട്രൈ ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ അപ്പം നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുന്ന വാക്കാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇതൊന്നും ഒരു കാര്യമില്ല, അങ്ങേക്ക് എന്നെ സുഖപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ അനുഭവിക്കുന്നവരും ഇതുപോലെ വൈദ്യശാസ്ത്രം തള്ളിയവരുമൊക്കെ ഇപ്പോൾ രോഗസ്ഥലങ്ങളിലും വേദന ഇടങ്ങളിൽ നിങ്ങൾ കൈവച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മ ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോ എല്ലാവരെയും കണ്ടും കേട്ടും തൊട്ടും കരുണ കാണിക്കുന്ന സമയമാണ്. എൻ്റെ മക്കൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, മനസ്സ് തകർന്നവര്, മരുന്നില്ലാത്ത രോഗങ്ങള് അങ്ങയുടെ കരുണയ്ക്കായി അങ്ങയുടെ മധ്യസ്ഥത്തില് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, മരുന്നില്ലാത്ത രോഗങ്ങള്, കർത്താവേ, ചികിത്സിച്ച് മടുത്ത രോഗങ്ങള് അമ്മയുടെ മധ്യസ്ഥത്തില് അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കുഷ്ഠരോഗിയോട് കരുണ തോന്നിയതുപോലെ കുടുംബത്തോടും രോഗികളായ ഓരോ മക്കളോടും കർത്താവേ ഇപ്പോഴേ അങ്ങയുടെ തിരുമുറിവാർന്ന അണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ രോഗം ഈശോ നാമത്തിലെ സൗഖ്യപ്പെടട്ടെ. ഇതുപോലെ ഒരു മുഹൂർത്തമാണ് താബോർ മലയുടെ താഴെ അടിവാരത്ത് നടക്കുന്നത്. അവിടെ ഒരു മനുഷ്യൻ ഇതുപോലെ ഈശോനോട് പറയും, അങ്ങക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം. രണ്ടുപേരെ ഡയലോഗാണ്, നല്ല ഹൃദ്യമാണ് കേൾക്കാൻ. കാര്യം ഇതെൻ്റെ മകനാണ്. ഒരു മകനെ കൊണ്ടുവന്നിട്ട് പറയും, ഇതെൻ്റെ മകനാണ്, ഇവന് അപസ്മാരമാണ്, ഒരു ദുരാത്മാവ് ബാധിച്ചിട്ട് ഇവനെ വെള്ളത്തിലും തീയിലുമൊക്കെ തള്ളിയിടും. അതാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം ഇല്ലേ, 9, 23, 24 വചനങ്ങളിലൊക്കെ അതിമനോഹരമായ ഇതാണ്. അങ്ങേക്ക് കഴിയുമെങ്കിൽ ഇവനെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് പറയും. അപ്പോൾ ഈശോ ചോദിക്കും, എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും.
കഴിയുമെങ്കിലെന്നോ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയണ്ട എന്ന് പറയും. അതാണ് അർത്ഥം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പ്രാർത്ഥിക്കണ്ട എന്ന് പറയും. ആ രീതിയിൽ പ്രാർത്ഥിക്കണ്ട എന്ന് പറയും. ഈശോ പ്രാർത്ഥനയെ, കാരണം ഈശോ വലിയൊരു പ്രാർത്ഥന കഴിഞ്ഞ് വരികയാണ്, മലയിറങ്ങി വരികയുണ്ട്. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ തിളങ്ങിയ മഹാസംഭവങ്ങൾക്ക് ശേഷം അവൻ ഇറങ്ങി വരുമ്പോൾ ആണ് ഈ മനുഷ്യൻ പറയണത്, ഞാൻ എന്നിട്ട് പറയും, വിശ്വസിക്കണവന് എല്ലാം കഴിയും. നേരിട്ട് പറഞ്ഞേ, വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഈ അപസ്മാര രോഗിയുടെ അപ്പൻ ഈശോയോട് പറയണത്, എൻ്റെ മേൽ കരുണ തോന്നണമെന്നാണ് പറയണത്. അങ്ങേക്ക് കഴിയുമെങ്കിൽ എന്നോട് കരുണ തോന്നണം. ഈ കരുണ വല്ലാത്ത ഒരു വാക്കാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കരുണ നമ്മളുടെ യോഗ്യതയല്ല, നമുക്കവിടെ ഒരു മെറിറ്റില്ല, നമ്മുടെ അവകാശമല്ല, അവകാശത്തിനുള്ള യോഗ്യത നമുക്കില്ല. ഭയങ്കര എളിമയാണ് ആ പ്രാർത്ഥന. എല്ലാ വിഷയവും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകണ എല്ലാ കാര്യങ്ങളും. ഇപ്പം നിനക്ക് കടമുണ്ട്, ചിലപ്പോൾ 40 ലക്ഷം കടം, ചിലപ്പോൾ നിനക്ക് 38 വയസ്സുണ്ട്, കല്യാണം വെക്കണില്ല. അപ്പം നിൻ്റെ പഠിച്ച പണിയെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും നീ കെട്ടാതെ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പം ഇങ്ങനെ കയ്യിൽ നിന്ന് വിട്ടുപോകണോ? ഞാനേ പണ്ടേ, ഇപ്പോഴില്ല, കുറേ കാലം മുമ്പ്, ഒരു 92 ഇടയ്ക്ക് ഒക്കെ ഞാനത് ഓർക്കും. എന്താ കാര്യം വെച്ചാൽ, ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കുകയാണ് തുമ്പോളി പള്ളിയിൽ. അപ്പോൾ 92 അവിടെ അന്ന് അസ്തേന്തി അച്ഛനായിരുന്നു. അപ്പോൾ ആ പള്ളിയിൽ ഇരിക്കുമ്പോൾ, എൻ്റെ മുറിയുമ്പോൾ ഇരിക്കുമ്പോൾ താഴേക്ക് കൂടി ആൾക്കാർ പോകുന്നത്, ആ സ്റ്റെയർ കേസിൽ പള്ളിയിലേക്ക് വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോഴൊരു മുടന്തി വന്നേ, ഒത്തിരി ആവശ്യത്തിന് വണ്ണമുള്ള. അപ്പം ഞാനവിടുത്തെ വികാരച്ചൻ താഴെയുണ്ട്, അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ മുറിക്ക് അപ്പുറത്താണ് അച്ഛൻ. അപ്പം അച്ഛനെ കാണാൻ വേണ്ടി വന്നായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 15, 20, 25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ എൻ്റെ മുറിയിലോട്ട് വന്നത്. അപ്പോഴുണ്ട് ഇവരിങ്ങനെ വിട്ട് വേർത്ത് ബ്ലൗസെല്ലാം നനഞ്ഞ് കുതിർന്നിരിക്കുക. ഞാൻ എഴുന്നേറ്റ് അവിടുന്ന് അറിയാതെ. കാര്യം മുടന്തിയല്ലേ, ഒരു 40-50% മുടന്തുണ്ട്, നല്ല വണ്ണും. അപ്പോൾ ഈ സ്റ്റെയർ കേസ് ഇങ്ങനെ മുടന്തുള്ളവർ കയറുമ്പോൾ പാകക്കേടായി പോയി ശരിക്കും അവരെ. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. താഴെ എങ്ങാനും മുറിയെടുത്ത് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. ഈ പാവത്തിന് ഇത്രയും കഷ്ടപ്പെടുത്തി മുകളിലോട്ട് നടത്തി ഇത് നമ്മളീ മുകളിൽ ഈ മുറിയുള്ള കൊണ്ടല്ല എന്നുള്ള ചിന്തയാണ് എനിക്ക് വന്നത്. ഞാൻ ചേച്ചീനെ ഉടനെ കൈകൊണ്ട് പിടിച്ച് കൊണ്ടുവന്ന് എൻ്റെ കസേരയിൽ ഇരുത്തി. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നവർ ആശ്വസിക്കാൻ വേണ്ടി. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അച്ഛാ, എനിക്കിപ്പോൾ 37 വയസ്സായി. അച്ഛൻ്റെ എൻ്റെ ബോഡി നല്ല വണ്ണമുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഇപ്പം ആരും ഇല്ല അച്ഛാ എന്ന് പറഞ്ഞ്. വീട്ടിലേ മുതിർന്നവരൊക്കെ ഉണ്ട്, ആങ്ങളമാർ കല്യാണം കഴിച്ചൊക്കെ വേറെ മാറി താമസിക്കുകയാണ് അവർ. അപ്പനും അമ്മയൊക്കെ മരിച്ചു. അപ്പം അമ്മയാണ് ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത്. അമ്മയും മരിച്ചപ്പോഴും ഒരു ഒറ്റക്കായിപ്പോയി. ആരും ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു. അതപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഇവർ ഈ മുടന്ത് കാലം വെച്ചുകൊണ്ട് ഈ സ്റ്റെയർ കേസ് കൂടി. അതാ ആ പള്ളിയുടെ സ്റ്റെയർ കേസ് ഇപ്പോഴും മാറ്റിയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. കിഴക്കാന്തൊക്കെ സ്റ്റെയർ കേസാണ്. ഈ 10-80 കിലോ ഉള്ള ഈ മുടന്ത് കാലം വെച്ചുകൊണ്ട് ഈ സ്റ്റെയർ കേസ് വരിഞ്ഞ് കയറണത് നമ്മൾ സഹിക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്കാരുമില്ലെന്ന് പറയാനാണ് ഇവർ വരണത്. അതാണ് എന്നോട് പറഞ്ഞത്, എനിക്കാരുമില്ല അച്ഛൻ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ അടുത്ത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു സമാധാനം ഉണ്ടാകുമെന്നാണ്
അവർ വിശ്വസിക്കണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുറിയിൽ വലിയൊരു കുരിശുണ്ടായിരുന്നു, ഒരു 8 അടിയുള്ള കുരിശ്. ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആൾക്കാരെ കൊണ്ട് നിർത്തുന്ന സ്ഥലമായിരുന്നത്. ഭിത്തിയിലിങ്ങനെ വലിയൊരു കുരിശ് വെച്ചേക്കും. ആ കുരിശിൽ കർത്താവിൻ്റെ തിരുമുഖത്തിൻ്റെ ഒരു രൂപം ഉണ്ടാകും. ആ കുരിശിൻ്റെ നടുക്ക് ഒരു ഫസ്റ്റ് രൂപം, അതിന് താഴെയാണ് ആൾക്കാരെ കൊണ്ട് നിർത്തുന്നത്. അപ്പം ഞാൻ ഈ ചേച്ചീനെ കൊണ്ടുപോയി കുരിശിൻ്റെ താഴെ നിർത്തി, നിർത്തി കുരിശ് തൊടിച്ചിട്ട് ഞാൻ ഇവരുടെ തലയൊക്കെ വീശിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം എനിക്ക് മിണ്ടാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നു. ഞാൻ വല്ലാതെ ആയിപ്പോയായിരുന്നു ഇവരുടെ അവസ്ഥ കണ്ടിട്ട്. എന്നിട്ട് ഞാൻ ഏകപക്ഷീയമായിട്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇവിടെ വരും എന്ന് പറഞ്ഞു ഞാൻ അവരോട്. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇവിടെ വരും. അപ്പോൾ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓൺലി. പിന്നീട് അവർ പതുക്കെ പോയി. അത്രയേ ഉള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞു. ഒരു 2 മിനിറ്റോ കൊണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞു. കാര്യം 2 മിനിറ്റിന് പകരം ഞാൻ 2 മണിക്കൂറിൻ്റെ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. കാര്യം ഇവരുടെ അവസ്ഥ കണ്ടിട്ട്. അതായത് നമ്മളെപ്പോഴും ഈശോയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതേ ഈശോനെ കുറിച്ച് മാത്രമായിരിക്കണം, നമ്മളെക്കുറിച്ചല്ല. അതിൻ്റെ സംഭവം എന്താണെന്ന് അറിയാമോ? അതായത് ഞാൻ പറഞ്ഞ എൻ്റെ വാക്ക് പോലും കർത്താവ് മാനിച്ചെന്നാണ് സത്യം. 2 ആഴ്ച കൊണ്ട് ഒരു കല്യാണം ഒത്താൽ പോലും 2 ആഴ്ച കൊണ്ട് മനസ്സമ്മതം പോലും നടക്കത്തില്ല. എനിക്കതിനെക്കുറിച്ച് ഞാൻ കൊച്ചനായാണ് കല്യാണത്തിനൊക്കെ ഇത്രയും സമയം വേണോ അതൊന്നും എനിക്ക് ചിന്തിച്ചില്ല. ഞാനെനിക്ക് ഓർത്തുകൂടിയില്ല. ഞാൻ ഈ കുരിശൻ നോക്കി പറഞ്ഞു 2 ആഴ്ച കൊണ്ട് ജീവിത പങ്കാളിയും കൊണ്ട് നിങ്ങളിവിടെ വരുമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. പക്ഷെ അത് ഒരു മണ്ടം പറച്ചിലാണ്. കാരണം 2 ആഴ്ച കൊണ്ട് ജീവിത പങ്കാളി കിട്ടത്തില്ല, മനസ്സമ്മതം പോലും നടക്കാൻ പറ്റത്തില്ല. ഇപ്പം എന്താ സംഭവിച്ചെന്നറിയോ? ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, വേറെ ഒന്നും കണ്ടില്ല. അവർക്ക് മുടന്തുണ്ടോ, അവർക്ക് 80 കിലോ തൂക്കമുണ്ടോ, ഇത്രയും പ്രായം ആൾക്കാരെല്ലാം കെട്ടുവോ, ഇതൊന്നും നമുക്കറിയേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അവശതകളൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ സൃഷ്ടിച്ചവൻ എത്രയോ 10,000 കോടികളെ ഇതുപോലെ കണ്ണീരൊപ്പിയവനാണ്. എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ സഹോദരൻ വിശ്വസിക്കണം. 2 ആഴ്ച ഞാൻ പറഞ്ഞ വാക്ക്, ആ വാക്ക് 2 ആഴ്ചക്കുള്ളിൽ ഞാൻ നോക്കുമ്പോൾ മിടുക്കനായ ഒരു മനുഷ്യനെയും കല്യാണം കഴിച്ച് കഴുത്ത് നിറച്ച് പൊന്നു വിട്ട് ഒരു പച്ച പട്ട് സാരി ഉടുത്തുകൊണ്ട് അവരെൻ്റെ മുറി കയറി വന്നു. അന്ന് അവരെ പിടിച്ചു കയറ്റിയത് ആ ജീവിത പങ്കാളിയായിരുന്നു. കർത്താവിൻ്റെ കയ്യിൽ നിൻ്റെ ജീവിത പങ്കാളിയുണ്ട്. പറയേണ്ട പോലെ പറഞ്ഞാൽ, വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ചാൽ കർത്താവ് ആരാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയും ഈ ആരാധനയിലൂടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ, മനോഹരമായൊരു വാക്ക് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. വളരെ ആവേശം കൊള്ളിക്കുന്നൊരു വാക്കാണ് അത്. പറഞ്ഞത് പത്രോസാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും ഓർക്കുവേ, ഈ പത്രോസിന് എന്നാ ഇത്രയും പവറെന്ന്. കാര്യം മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ടാണ് പിന്നീട് സഭ പണിയപ്പെടുന്നത്. കർത്താവ് പത്രോസിനോട് ചോദിക്കും, നീ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. പത്രോസ് പറയും, ഞങ്ങൾ പകൽ പണിക്ക് പോകാൻ പറ്റണില്ല, ഭയങ്കര ചൂട് വെള്ളമാണ്. ഞാൻ ഇസ്രയേലിൽ പോയിട്ടുണ്ട്. ഈ ഗലീല കടലിലൊക്കെ 2.5 മണിക്കൂറോളം വള്ളത്തിൽ സഞ്ചരിച്ചതാണ്. എൻ്റെ അമ്മ നമ്മൾ അതായത് ഈ വേമ്പനാട്ട് കായൽ പോലെ ഒരു വീതിയുള്ള വലിയൊരു കായലാണ് ഈ സംഭവം. കടലെന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ അറബിക്കടൽ പോലെ തിരച്ചിലൊന്നും ഇല്ല. പക്ഷേ നമ്മൾ വേമ്പനാട്ട് കായലിൽ കൂടി പോകുമ്പോൾ നമുക്ക് എന്നാ സുഖമാണ്. കാര്യം നല്ല തണുത്ത കാറ്റൊക്കെ വരും. എത്ര ചൂടാണെന്ന് പറഞ്ഞാലും ഒരു 27-8 അപ്പുറത്ത് ടെമ്പറേച്ചർ ഉണ്ടാകത്തില്ല. ഇസ്രയേലിൽ ഈ ഗലീല കടലിൽ കൂടി എന്ത് ബോട്ടിന് പോകുമ്പോൾ 43 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ചൂട്. അത്രയും ചൂടാ. അപ്പോഴേ ഈ വെള്ളം ചൂടായി കിടക്കും. ഒരു മീനും വരത്തില്ല.
അതുകൊണ്ടാണ് ഇവർ വെള്ളം തണുത്തിട്ട് രാത്രി പണിക്ക് പോണത്. അപ്പോൾ ഞാൻ ഓർത്ത് ആ കടലിൽ സഞ്ചരിക്കുമ്പോൾ, ഗലീല കടലിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ പത്രോസം പറഞ്ഞത് ശരിയാണല്ല, ഈ ചൂടിന് എവിടെ മീൻ കിട്ടാനാണ്? ഒറ്റ വള്ളക്കാരില്ല കടലിൽ. കാര്യം ഈ രാത്രി പകല് മുഴുവനും ചൂടായത് കാരണം, സമ്മർ ടൈം ആയതിൽ ചൂടായ കാരണം അതാണ് പത്രോസ് പറയുന്നത്, ഞങ്ങൾ രാത്രിയാണ് ഇപ്പോൾ പണിക്ക് പോകണതെന്ന് പറയും. രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും. അപ്പം അതിൻ്റെ അർത്ഥം രാത്രിയും പണിയെടുത്തിട്ട് മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കടലിൽ മീനില്ലെന്ന് അതിൻ്റെ അർത്ഥം. പകലില്ലല്ലോ. അപ്പം രാത്രിയാണ് പിന്നെ ഉണ്ടെങ്കിൽ കിട്ടണത്. രാത്രി മുഴുവനും പണിയെടുക്കുകയാണ്, എന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും. രാത്രിയും പണിയില്ല, മീനില്ല. പക്ഷേ ഇതാണ് അവസ്ഥ, ശുദ്ധശൂന്യതയാണ്. പക്ഷേ നീ പറഞ്ഞത് എങ്കിലും എന്നൊരു വാക്ക് പറയും. ബട്ട് എനി ഹാഫ്. ആ വാക്ക് ഭയങ്കര പ്രപ്പോസിഷനാണെന്ന് തോന്നുന്നു. അത് ബട്ട് എനി ഹാഫ്, എങ്കിലും എന്ന ഒറ്റ വാക്കേ ഉള്ളൂ. അതിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ 5-5 ബട്ട് എനി ഹാഫ്. ഇതാണ്, ദിസ് ഈസ് ദ സിറ്റുവേഷൻ. പകല് വെള്ളം ചൂടാണ്, മീനൊന്നും മുളി വരത്തില്ല വരയിട്ടാൻ. അതുകൊണ്ട് രാത്രി പോകണമെന്നുണ്ട്. രാത്രി മീനില്ലാത്ത കൊണ്ട് കടൽ ശുദ്ധശൂന്യമാണ്. ബട്ട് എനി ഹാഫ്. അതാണ് പത്രോസിൻ്റെ ഒരു വിശ്വാസം. എങ്കിലും 5-5 ഇല്ലേ ലുക്കായുടെ സുവിശേഷം, വിശുദ്ധ ലുക്കായുടെ സുവിശേഷം, ബട്ട് എനി ഹാഫ്. അതിനകത്ത് ഏറ്റവും വലിയ വചനം എന്ന് പറയുന്നത് ബട്ട് എനി ഹാഫ്. എൻ്റെ സിറ്റുവേഷൻ ഈസ് സച്ച് ഡ്രാസ്റ്റിക് ഈസ് മൈ സിറ്റുവേഷൻ, ബട്ട് എനി ഹാഫ്. ഇത്രയും ദുരന്തപൂർണമാണ്, ഇത്രയും ഹോപ്പ്ലെസ് ആണ്. മൈ കണ്ടീഷൻ ഈസ് സോ ഹോപ്പ്ലെസ് ദാൻ എനിത്തിങ്. എന്തിനേക്കാളും ഒരു പ്രത്യാശയില്ലാത്ത അവസ്ഥയാണിത്. ബട്ട് എനി ഹാഫ് ഐ ബിലീവ് ഇൻ യുവർ വേർഡ്. ഞാൻ നീ പറഞ്ഞതനുസരിച്ച്, നിന്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട്, ഞാൻ നിന്റെ വാക്കിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് എന്റെ വലയിറക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങൾ ഏറ്റവും ശക്തമായ വെടിച്ചിൽ വചനം എന്ന് പറയുന്നത് ബട്ട് എനി ഹാഫാണ്. എന്താണ്? എങ്കിലും നീ പറഞ്ഞതനുസരിച്ച്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളെയും നമ്മൾ അതിജീവിക്കുന്നത് ഈ ലുക്ക 5:5 വെച്ചുകൊണ്ടാണ്. എങ്കിലും എന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ കർത്താവേ, പകൽ മുഴുവനും കർത്താവേ ഒരു മത്സ്യവും ലഭിക്കാത്തപ്പോഴ്, രാത്രി മുഴുവനും കടലിലെ അലയുമ്പോഴും ഒന്നും ലഭിക്കാത്തപ്പോഴും കർത്താവേ നിന്റെ വചനം മാത്രം കേട്ടുകൊണ്ട്, നിന്റെ വചനത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പത്രോസ് പണിയെടുത്തതുപോലെ എന്റെ കർത്താവേ അതേ വിശ്വാസത്താൽ നിന്റെ വാക്കില്, നിന്റെ വചനത്തില് മാത്രം വിശ്വസിച്ചുകൊണ്ട് കർത്താവേ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളെ അതിജീവിക്കുവാൻ ആത്മാവിനാൽ അഭിഷേകം ചെയ്തവേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പിന്നെ വേദപുസ്തകം ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ്, ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്, അവൻ്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ട് പലരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണത്. അവൻ്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ കഴിയാത്ത ജനങ്ങൾ ആ ഉദ്യമം അവസാനിപ്പിച്ചുകൊണ്ട് അവർ വീട്ടിലോട്ട് പോണില്ല. അവരെന്നാ ചെയ്ത്? അവർ പെരപ്പുറത്ത് കയറി മേൽക്കൂര പൊളിക്കും. അതാണ് വിഷയം. നമ്മളിത് കാണുന്നത് ഒരു തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പോൾ എന്നാ പറ്റും? കർത്താവ് ഒരു വീടിൻ്റെ അകത്തിരിക്കുക, വാതിക്കൽ പോലും നിൽക്കാൻ ഇടമില്ല. വാതിക്കൽ പോലും നിൽക്കാൻ ഇടമില്ല, ഒരു സ്ഥലത്ത് സ്പേസ് ഇല്ല എന്ന് വെച്ചാൽ we must create space.
ഇവിടുത്തെ പ്രശ്നം അതല്ലേ, സ്പേസ് ഇല്ലാത്തതല്ലേ പ്രശ്നം. ഇപ്പം അഡ്മിഷൻ ആണെങ്കിൽ അവിടെ സ്പേസ് ഇല്ല, മാർക്ക് കുറവാ. ജോലിയാണെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും മുമ്പിലുള്ള ആൾക്കാരെ അവരെടുത്തിട്ട് ക്രോസാക്കി. സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലാത്തതല്ലേ പ്രശ്നം ഇവിടുത്തെ. എല്ലാവരുടെയും പ്രശ്നം അതാണല്ലോ. പക്ഷെ വിശ്വാസി സ്പേസ് ഉണ്ടാക്കും. വിശ്വാസമാണ് നിങ്ങളുടെ ഇടം. മക്കള് പിന്തിരിഞ്ഞു പോകരുത്. ഫെയ്ത്ത് ഈസ് അവർ സ്പേസ്. നമ്മളുടെ ഇടം എന്താ? വിശ്വാസമാണ്. അവരതുകൊണ്ട് എന്നാ ചെയ്തു? നേരെ മുകളിലോട്ട് പോയി. അവർ തിരിച്ചു പോകാൻ തയ്യാറല്ല. വിശ്വാസിയുടെ ഒരു ആപ്തവാക്യമാണ്. എന്താണ്? തൊക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ്. ജീവിതത്തിന് പ്രാരാബ്ധങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാനും മനസ്സില്ല. വാതിലടഞ്ഞു കിടന്നാൽ ജനം തന്നെയാണ് ബാഹുല്യം കൊണ്ട് വാതിലടച്ചാൽ അവർ മേൽക്കൂര പൊളിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടോ യോഗ്യത കുറവ് കൊണ്ടോ ജീവിതത്തില് ഇടം നഷ്ടപ്പെട്ടാൽ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നാൽ കർത്താവേ, ആ ജനസമൂഹത്തെ പോലെ വിശ്വസിച്ചുകൊണ്ട് ഇല്ലാത്ത ഇടം വിശ്വാസത്താൽ ഉണ്ടാക്കിയെടുക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരമദിവ്യകാരുണ്യത്തിന് ചില സമയത്ത് മക്കളെ ഒന്നും. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ കേരള വിഷനിൽ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഒരു സന്ദേശം പറയണം, പിന്നെ ഒരു ക്രിസ്തീയ കലാരൂപം കാണിക്കണമെന്ന്. അപ്പോൾ അത് ആ സീരിയലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയിലുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 മനോരമയിൽ ഒരു വാർത്ത വന്നു. സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നുവെന്ന്. അപ്പം മനോരമയിലെ വാർത്ത ഞാൻ നോക്കി. പറഞ്ഞു ഫിസിക്സിൽ ഒരു റിനോവേഷൻ പ്രോജക്റ്റ് വെക്കണം. 2 പേർക്ക് സ്കോളർഷിപ്പുണ്ട്, 2.5 ലക്ഷം രൂപയാണ്. സെൻട്രൽ ഗവൺമെൻറ് അത് പണത്തിൻ്റെ പ്രശ്നമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ സീനിയർ ഫെലോഷിപ്പാണ്. വലിയ ഡെപ്തുള്ള അവാർഡിംഗ് ആണ്. ഒരു പ്രോജക്റ്റ് വെക്കണം. അവിടെ ഉള്ളത് ഏറ്റവും സയൻസ് മേഖലയിൽ കെമിസ്ട്രി ഓർ ഫിസിക്സ് നിങ്ങളുടെ ഒറിജിനലായിട്ടുള്ള മൗലികമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് വെക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വായിച്ചു. ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് അല്ല, ഞാൻ ആർട്ട് സ്റ്റുഡൻ്റാണ്. അപ്പം എൻ്റെ മനസ്സിൽ വന്ന് എന്താ അറിയാമോ? ചവിട്ട നാടകത്തിൻ്റെ പ്രോജക്റ്റ് വെക്കാമെന്ന് തോന്നി. ചെന്നിക്കറിയാലോ വിഷയം പറഞ്ഞില്ലേ? അതായത് ഞാൻ ഉടനെ ചവിട്ടുന്ന നാടകം എൻസൈക്ലോപീഡിയയുടെ 5 വർഷത്തെ വർക്കാണ്. എൻസൈക്ലോപീഡിയ പ്രോജക്റ്റ് വെച്ചു. അപ്പോൾ വെച്ചവരെല്ലാവരും പറഞ്ഞു എന്നാ മണ്ടത്തിലേക്ക് കളിക്കണേ, ഫിസിക്സിൻ്റെ പ്രോജക്റ്റ് ചോദിക്കുമ്പോൾ വല്ലവരും ചവിട്ടും ആളെ വെക്കുക. അപ്പോൾ എൻ്റെ മനസ്സെന്താ പറയണമെന്നറിയാമോ? നമ്മൾ ഒരു കാര്യം വിശ്വസിച്ച്, കർത്താവിനെ വിശ്വസിച്ച്, ഈശോ എനിക്കിത് ഞാനൊരു 10-20 കൊല്ലമായിരുന്നു അന്ന് തന്നെ ഈ മേഖല പ്രവർത്തിക്കണത്. അപ്പോഴേ എനിക്ക് എൻസൈക്ലോപീഡിയ ചെയ്യാൻ പറ്റിയ നമ്മൾ ഇത്രയും നാൾ ചെയ്ത വർക്കിൻ്റെ ഒരു പൂർത്തീകരണമാണ്. പക്ഷേ അവർ ചോദിച്ചിരിക്കുന്ന ഫിസിക്സിൻ്റെ പ്രോജക്റ്റാണ്. ഞാൻ ആരല്ല വിശ്വസിക്കണത്? ഗവൺമെൻറ്റിലല്ല വിശ്വസിക്കണത്, കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും അല്ല വിശ്വസിക്കണത്. ഞാൻ വിശ്വസിക്കണത് ആരാ? സങ്കീർത്തനം പറയും, ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. അതാണ് ഇടമെന്ന് പറയുന്നത്. എനിക്കവിടെ ഇടമില്ല. ശരിക്കും വാതുക്കൽ പോലെ നിൽക്കാൻ ഇടമില്ല എന്ന് പറയണ പോലെ എനിക്കവിടെ ഇടമില്ല. ഞാനെന്ത് ചെയ്യും? ഇടം ഉണ്ടാക്കുകയാണ്. എങ്ങനെ? ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട്. നിങ്ങൾക്കറിയാണോ? അതായത് ആ കൊല്ലം എൻ്റെ പ്രോജക്റ്റ് അംഗീകരിച്ചുകൊണ്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് മറുപടി വന്നു. അന്ന് മുതൽ ഞാൻ വർക്ക് തുടങ്ങിയതാണ്. 2013 ഞാൻ എൻസൈക്ലോപീഡിയ പൂർത്തിയാക്കി. 2015 തൊട്ട് 14 തൊട്ട് 16 വരെയുള്ള വിജ്ഞാനകോശങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തപ്പോഴും ഈ പുസ്തകത്തിനാണ് ആകപ്പാടെ തിരഞ്ഞെടുത്ത ഒറ്റ പുസ്തകം. ഇടമില്ലാത്ത ഇടങ്ങളിൽ ഇടമുണ്ടാക്കുന്നത് ആരാണ്?
വിശ്വാസമാണ്. ഞാൻ കർത്താവിനോട് നേരിട്ട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇടമില്ല, പക്ഷെ നീയാണ് എൻ്റെ ഇടമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇടമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഫയൽ മടക്കരുത്. ക്രിസ്ത്യാനി വിശ്വാസി ഒരിക്കലും ഫയൽ മടക്കത്തില്ല. എന്താ? അവൻ്റെ ഇടം കർത്താവാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എല്ലാ അവസ്ഥകളിലും ഞാൻ പിന്തിരിയേണ്ടി വന്നാലും കർത്താവേ ഒരിടത്തും എനിക്ക് ഇടം കിട്ടിയില്ലെങ്കിലും അങ്ങയുടെ തിരുസന്നിധിയിൽ എൻ്റെ ജീവിതത്തിന് ഒരിടമുണ്ടെന്ന് പൂർണ്ണമായി വിശ്വാസത്തിൻ്റെ സാധ്യതയുടെ വാതില് എനിക്കും തുറന്നു തരുവാൻ ഈ ഭരണം കേൾക്കുന്നവരെ കൂടുന്നവരെ എല്ലാവരെയും വിശ്വാസത്താൽ അഭിഷേകം ചെയ്ത് പ്രത്യാശയാൽ മുന്നോട്ട് പോകാൻ ഈശോയെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. നീ പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്യാവുന്ന പ്രൊഫഷനില്ല, ഇടമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് മാർത്തായും അതല്ലേ പറഞ്ഞത്. അവനെ എവിടെയാണ് സംസ്കരിച്ചിരിക്കണമെന്ന് ഈശോ ചോദിക്കണില്ലേ? ലാസൻ്റെ സൗകര്യത്തെങ്കിലും. അപ്പോഴും മാർത്ത എന്താ പറഞ്ഞത്? 11:39 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ മാർത്ത പറയും, കർത്താവേ അവനെ അടക്കിയിട്ട് 4 ദിവസമായില്ലേ, ഇപ്പം ദുർഗന്ധമായിരിക്കും. ബട്ട് ഹാഫ് അവനെ അടക്കിയിട്ട് 4 ദിവസമായി, ഇപ്പോൾ ദുർഗന്ധമായിരിക്കും. നോ സ്പേസ്, ബട്ട് ഹാഫ്. എങ്കിലും നീ പറഞ്ഞത് കൊണ്ട് ഈ കല്ലറയുടെ വാതുക്കൽ കല്ല് ഞങ്ങൾ മാറ്റുമെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.